ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിവരാവകാശ നിയമത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിട്ടുപോയി, നമുക്കത് എന്താണെന്ന് നോക്കാം. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏത്? വരാത്തതാണ്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മന്ത്രിസഭാ തീരുമാനങ്ങൾ, ഓപ്ഷൻ ബി രാജ്യസുരക്ഷാ വിവരങ്ങൾ, ഓപ്ഷൻ സി 15 വർഷം പഴക്കമുള്ള രേഖകൾ, ഓപ്ഷൻ ഡി അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ. ഇത്രയുമാണ്. അപ്പം ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബി ആണ് ഓപ്ഷൻ കറക്റ്റ്. രാജ്യസുരക്ഷാ വിവരങ്ങളാണ്. രാജ്യസുരക്ഷാ വിവരങ്ങളൊന്നും വിവരാവകാശ നിയമപരിധിയിൽ വരുന്നതല്ല. മൂന്നാമത്തെ ഓപ്ഷൻ 15 വർഷം പഴക്കമുള്ള രേഖകൾ എന്നാണ് പറഞ്ഞത്. 20 വർഷം വരെ പഴക്കമുള്ള രേഖകളൊക്കെ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് PC പരീക്ഷകളിൽ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് ചോദ്യങ്ങളിലല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമെങ്കിലും കാണുന്ന ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പം അദ്ദേഹത്തെ പറ്റി ഒരു 8 പോയിന്റ്സ് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ചോദിക്കുന്നതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 2, ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. 3, വില്യം ബെന്റിക് പ്രഭുവിനെ സതി എന്ന ദുരാചാരം നിർത്തലാക്കാൻ പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 4, ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നതായിരിക്കും? സതിയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ആ പുസ്തകം എഴുതിയത് ഒരിക്കലും രാജാറാം മോഹൻ റോയ് അല്ല. അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. വില്യം ഫോസ്റ്റർ ആണ് എഴുതിയത്. പിന്നെ ഈ സതി നിർത്തലാക്കിയ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1829 ഡിസംബർ 4. പിന്നെ 6ാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ മിഷണറി സ്കൂൾ സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. PYQ ആണ്. 7, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ്, രാജ എന്ന സ്ഥാനപ്പേര് രാജാറാം മോഹൻ റോയ്ക്ക് നൽകിയത് ഒരു മുഗൾ ഭരണാധികാരിയാണ്. അത് ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ രാജാറാം മോഹൻ റോയെ പറ്റി പ്രധാനമായിട്ടും കാച്ചിക്കുറുക്കിയ കവിത എന്നൊക്കെ പറയുന്ന പോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം തിരഞ്ഞെടുത്തതാണ്. പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.